ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പൊ എന്താണ് സെറ്റിന്റെ റിസൾട്ടൊക്കെ നോക്കി എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കും അല്ലെ? ഒരുപാട് പേർക്ക് സെറ്റ് പാസ്സാകാൻ പറ്റി, അത് അവർക്ക് കൺഗ്രാറ്റ്സ്. ഒപ്പം തന്നെ സെറ്റ് ജസ്റ്റ് മിസ്സിനൊക്കെ മിസ്സായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇല്ലേ? കുറെ പേരുണ്ടാവും. അപ്പോൾ ഒരു മാർക്കിനോ അല്ലെങ്കിൽ ഒരു 1.5 മാർക്കിനോ ഒക്കെ സെറ്റ് മിസ്സായവര് അല്ലേ? മേ ബി എന്താണ് സബ്ജക്ട് പേപ്പറിനോ ജനറൽ പേപ്പറിനോ ആയിരിക്കില്ല. ഇത് അവർക്ക് മിസ്സായത് എന്തിനായിരിക്കും? അവർക്ക് മിസ്സായത് അഗ്രിഗേറ്റിനൊക്കെ ആയിരിക്കും. അപ്പോൾ അവരാരും വിഷമിക്കാൻ, നമുക്ക് അടുത്ത സെറ്റ് എക്സാമിന് കുറച്ച് നന്നായി പഠിച്ചെന്നാൽ അതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കേട്ടല്ലോ. അപ്പോൾ ഈ തവണ സിസിയിൽ തന്നെ എത്രയാണ്? 567 റിസൾട്ട്സ് ആണ് സെറ്റിന് വന്നത്. കാരണം സെറ്റ് ഈ തവണ ഭയങ്കര പിടിച്ചാണ് അവർ പേപ്പർ വാല്യൂഷൻ നടത്തിയത്. കാരണം മാത്രമല്ല എന്താണ്, നമ്മുടെ ഹോൾ കേരളത്തിൽ എത്രയാണ്? 15 to 17% ആൾക്കാർ മാത്രമാണ് സെറ്റ് എക്സാമിന് പാസ്സായത് ഈ തവണ. ഈ കഴിഞ്ഞ ജനുവരി എക്സാമിന് 15 to 17% ആൾക്കാർ മാത്രമാണ് എന്ത് സെറ്റ് എക്സാം പാസ്സായത്. ഓക്കെ, അപ്പൊ ഓരോ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അവരെല്ലാവരും എന്താണ് ഒരു മാക്സിമം ഒരു 20-25% കുട്ടികളെ പാസ്സായിട്ടുള്ളൂ. അതിനകത്താണ് എന്ത് നമ്മുടെ സിസിയിൽ എത്രയാണ്? 567 സ്റ്റുഡൻസ് എന്ത് സെറ്റ് പാസ്സായത്. അപ്പോ ആ വിജയികൾ കുറച്ചുപേരുടെ ഫോട്ടോസ് കണ്ടോ, നിറഞ്ഞു നിൽക്കാണ് അല്ലെ? നിറഞ്ഞു നിൽക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടാകും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അപരിചിതരായവരുണ്ടാവും, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ നന്നായി അടിപൊളിയായിട്ട് സെറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇപ്പോൾ ഒരു ഉന്നത പദവിയിൽ അല്ലെങ്കിൽ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്ത ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങളും പഠിച്ചാൽ എന്താണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് എക്സാം പാസ്സാകാൻ പറ്റും. അപ്പോൾ അടുത്ത സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ നമ്മുടെ CCയിൽ ജോയിൻ ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ്. എന്താണെന്ന് അറിയോ? നമ്മുടെ ബിഗ് ഡേ 2.0 ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകൾക്കും എന്താണ് 30% ഓഫ് ഉണ്ട്. അപ്പോൾ ഒട്ടും പഠിക്കാതെ തന്നെ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ബാച്ച് ജോയിൻ ചെയ്യേണ്ടതാണ്. ജനറൽ പേപ്പർ മാത്രം മതി അങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സബ്ജക്ട് പേപ്പർ വെച്ചാണെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ എന്താ പറയാൻ പറ്റുക, നമ്മുടെ അഗ്രഗേറ്റ് നഷ്ടമാകുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ CCയിൽ തന്നെ സെറ്റ് കിട്ടാതിരുന്ന ഒരു പറ്റം കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ വഴി സർവേ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്, മോർ ദാൻ 50% കുട്ടികൾ എന്താണ് അഗ്രഗേറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് സെറ്റ് മിസ്സായത്. ഇപ്പോൾ എന്താണ് അഗ്രഗേറ്റ് എന്ന് അറിയാതെ ഒരിക്കലും ആദ്യമായി സെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അഗ്രഗേറ്റ് എന്ന ഒരു ടേം എങ്ങനെ വന്നു എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കറിയാം എന്താണ്, നമ്മുടെ സെറ്റിന് 2 പേപ്പറുള്ളത്, ജനറൽ പേപ്പറുണ്ട്, സബ്ജക്ട് പേപ്പറുണ്ട്. അപ്പോൾ ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറിലും കൂടി എത്രയാണ്? ഒരു 40 to 43% മാർക്ക് കിട്ടിയാൽ എന്താണ്, അവർക്ക് 40 to 45% മാർക്ക് മേടിച്ചാൽ എന്താണ്, നമുക്ക് ഈ 2 പേപ്പറും ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ 2 പേപ്പറും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 2 പേപ്പറും ക്ലിയർ ചെയ്താൽ മാത്രം പോരാ നമ്മുടെ സെറ്റ് എക്സാമിന് ക്രാക്ക് ചെയ്തു എന്ന് പറയാൻ വേണ്ടി. അതിനു വേണ്ടിയുള്ള അടുത്തൊരു കടമ്പയാണെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ജനറൽ പേപ്പറിലും സബ്ജക്ട് പേപ്പറിലും കൂടി കിട്ടിയ മൊത്തം മാർക്ക് എന്തായിരിക്കണം, നമ്മുടെ മാക്സിമം മാർക്കിന്റെ 48% അതിന് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആയിരിക്കണം. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയ ടോട്ടൽ മാർക്സ് ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് എന്താണ് ജനറൽ പേപ്പറിൽ എത്ര മാർക്ക് കിട്ടി? ജനറൽ പേപ്പറിൽ ഒരു 45% മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചോ. സബ്ജക്ട് പേപ്പറിലും എത്ര തന്നെ കിട്ടി? 45% മാർക്ക് കിട്ടി. അഗ്രഗേറ്റ് നോക്കുമ്പോൾ എന്താണ്, അപ്പോൾ സബ്ജക്ട് പേപ്പറിലും ജനറൽ പേപ്പറിലും 45% മാർക്ക് കിട്ടിയെങ്കിൽ ആ കുട്ടി ആ 2 പേപ്പറും എന്താണ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അഗ്രഗേറ്റ് നോക്കുമ്പോൾ ആ കുട്ടിയുടെ മാർക്ക് എപ്പോഴും എന്തായിരിക്കും, അപ്പോഴും 45% തന്നെയായിരിക്കും. പക്ഷേ അഗ്രഗേറ്റ് 48%-നേക്കാൾ വലുതാണെങ്കിൽ മാത്രമാണ് നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഗ്രഗേറ്റ് 48%-നേക്കാൾ വലുതാണെങ്കിൽ മാത്രമാണ് നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിച്ച് മീൻസ് എന്താണ്, ഈ 45 മാർക്ക് കിട്ടിയ കൊച്ച് സെറ്റ് ക്രാക്ക് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും, സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു വെല്ലുവിളിയാണ് നമ്മളിവിടെ നേരിടുന്നത്. കാരണം ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ സെയിം അവസ്ഥയാണ്. അവർ സെറ്റ് മെയിൻ പേപ്പറും ജനറൽ പേപ്പറും നല്ല അടിപൊളിയായിട്ട് പഠിക്കും. പക്ഷെ എന്താണ്, അവർക്ക്
സംഹൗ എന്ത് മിസ്സായി പോകും? അഗ്രഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം എന്താണ് മിസ്സായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഗ്രഗേറ്റിന് എന്ന ഒരു ടാർഗറ്റിനെ എന്താണ് നേരിടുക? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം. അപ്പോൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ, ഇപ്പൊ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട് മാത്സ് ആണ്. മാത്സിലായാലും മാത്സിൽ അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. എങ്കിലും എന്താണ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും എന്താണ് അവര് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സബ്ജക്റ്റും ജനറൽ പേപ്പറും ഈസി ആയിട്ട് കിട്ടും. ഒരു പാടുമില്ല, അവർക്ക് ഈസി ആയിട്ട് എന്താണ് ഇപ്പോൾ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ പോലും എന്താണ് ഈസി ആയിട്ട് സബ്ജക്റ്റ് ജനറൽ പേപ്പർ എന്തായാലും കിട്ടും. പക്ഷെ അവർക്ക് എത്ര നോക്കിയിട്ട് എന്താണ് അഗ്രഗേറ്റിന് അടുത്തെത്തുന്നില്ല. അപ്പോൾ ദേ ഈ മീം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ അമർക്ക് പറഞ്ഞുകൊണ്ടില് പിസ്സ കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ എന്താണ് ഇയാൾ ചാടിക്കരി സാർ ഞങ്ങൾ ടൈമിലെത്തി, എന്താണ് പിസ്സ ടൈമിലെത്തി സാർ, ഓർഡർ കറക്റ്റ് പ്ലേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് പിസ്സ എവിടെ എന്ന് നോക്കിയപ്പോൾ എന്താ പറയാ, അയ്യോ പിസ്സ എടുക്കാൻ മറന്നുപോയിരുന്നു. ഈ സെയിം അവസ്ഥയാണ്. എന്താണ് ഞങ്ങൾക്ക് ജനറൽ പേപ്പറിന് സബ്ജക്ട് പേപ്പറിന് എന്താണ് നല്ല മാർക്കുണ്ട്, ജനറൽ പേപ്പറിന് നല്ല മാർക്കുണ്ട്, സബ്ജക്ട് പേപ്പറിന് നല്ല മാർക്കുണ്ട്. അപ്പൊ അത് ചോദിക്കും സെറ്റ് പാസ്സായോ? ഇല്ല സാർ അഗ്രഗേറ്റ് പോയി എന്നാ പറയുന്നത്. ശരിക്കും എന്താണ് ഈ അഗ്രഗേറ്റ് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വിഷമിച്ചു പോകും. കാരണം എന്താണ് നമ്മൾ അത്രയും നാൾ പഠിച്ചാൽ, അല്ലെങ്കിൽ അത്ര നാൾ കഷ്ടപ്പെട്ട് ഓരോ പോയിന്റും എടുത്തെടുത്ത് പഠിച്ചിട്ട് ഒരു മാർക്കിനോ അല്ലെങ്കിൽ 1.5 മാർക്കിനോ 1/2 മാർക്കിനൊക്കെ സബ്ജക്ട് പേപ്പർ അഗ്രഗേറ്റ് കട്ടായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ട്, ഭയങ്കര വിഷമമാണ്. കാരണം എന്താണ് നമ്മൾ അത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ഒരു വിലയില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു ഫീൽ വരെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത്തരം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്താണ് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അഗ്രഗേറ്റ് നേരിടേണ്ടത് എന്നുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പറയാണ്. നോട്ട് ചെയ്യുക, എന്താണ് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വിചാരിക്കും അല്ലെ, ദൈവമേ സാർ എന്തേ പറയുന്നത് ടാർഗറ്റ് ഫിക്സ് ചെയ്യണം എങ്ങനെയാ? നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണോ 50% എന്ന് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടുത്തെ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന സെയിം ക്രൈറ്റീരിയ ആണെന്ത്, നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കണം 50% മാർക്ക് മതി. അതായത് നമുക്കറിയാം എന്താണ് ജനറൽ പേപ്പർ സബ്ജക്ട് പേപ്പർ എത്രയാണ് 120 മാർക്ക് ഈച്ച് ആണ് അല്ലേ, 120 മാർക്സ് ഈച്ച്. അപ്പൊ എന്ത് ചെയ്യണം, ജനറൽ പേപ്പറിന് ഒരു 120 ഒരു 60 മാർക്ക് വാങ്ങിക്കാൻ നോക്കാം. സബ്ജക്ട് പേപ്പറിലും എന്താണ് 120 ഒരു 60 മാർക്ക് വാങ്ങിക്കാൻ നോക്കാം. അതായത് മൊത്തം 240 120 മാർക്ക് വാങ്ങിച്ചാൽ, അതായത് അഗ്രഗേറ്റ് 120 ആയാൽ എന്താണ് വി ആർ സേഫ്. ഒന്നും നോക്കണ്ട, നമ്മൾ സേഫ് ആണ്. കാരണം എന്താണ് ഈ 50% മാർക്ക് വെച്ച് സബ്ജക്ട് വൈസുള്ള കട്ട് ഓഫ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കടന്നു. ഇനി അഗ്രഗേറ്റ് നോക്കുമ്പോൾ എന്താണ് രണ്ടും കൂടി കൂട്ടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് 48% മേലെയാണെന്ത്, 48% മേലെയാണെന്ത് ഈ പറയുന്ന 50% അല്ലെങ്കിൽ എന്താണ് ഈ 120 മാർക്ക് എന്ന് പറയുന്നത്. 48% എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ, ഒരു ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ 240ന്റെ 48% എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം ഒരു 116 to 118 റേഞ്ചിൽ വരും. ക്യാൻസൽ ചെയ്താലും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ എന്താണ് 116 മുതൽ 118 എന്ന റേഞ്ചിൽ എന്താണ് മാർക്ക് വരും. അപ്പോൾ ഇതിന് പകരം നമ്മൾ നേരെ മേടിക്കുന്ന മാർക്കാണ് എത്ര 120 മാർക്ക്. അപ്പോൾ 120 മാർക്ക് കിട്ടിയാൽ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, നമ്മൾ അഗ്രഗേറ്റ് ഒരു കടമ്പ അവിടെ കടന്നു കിട്ടി കേട്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടേ 50% മാർക്കാണ് വേണ്ടേ അല്ലേ. ഒരിക്കലും എന്താണ് നമുക്ക് സെറ്റ് എക്സാമിന് ചോദിക്കുന്ന 120 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മാത്സിന്റെ കേസാണെങ്കിൽ 80 ക്വസ്റ്റ്യനും ഒരിക്കലും എന്താണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അത് 100% ഷുവർ ആയ കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും അറിയാത്തത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് അറ്റൻഡ് മാക്സിമം. എന്താണ് അറ്റൻഡ് മാക്സ്, എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ് നമുക്കിവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് എന്ത് ചെയ്യണം, നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ അയ്യോ ഞാനത് ചെയ്യുന്നില്ല, എങ്ങനെ തെറ്റിപ്പോയാലോ എന്നൊരു വിഷമം വെച്ച് എന്ത് ചെയ്യില്ല, അവർ ആൻസർ ചെയ്യത്തില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ ആണെന്ത് അറ്റൻഡ് മാക്സിമം. കാരണം എന്താണ് നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടോ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ഭാഗ്യത്തിന് ശരിയാകും. എപ്പോഴും പറയുന്ന ഒരു കേസ് ഉണ്ട്, എന്താണ് ലക്ക് ഓൾവേസ് ഫേവേഴ്സ് ഹാർഡ് വർക്ക്. ലക്ക് എന്താണ് ഓൾവേസ് ഫേവേഴ്സ് ഹാർഡ് വർക്കർ
എന്താണ്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ലക്ക് നമ്മുടെ ഒപ്പം നിൽക്കും. എത്രത്തോളം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം ലക്ക് നമ്മുടെ ഒപ്പം നിൽക്കും. അതാണ് എന്ത്, ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിപ്പോ സെറ്റ് എക്സാമിന് വേണ്ടി തല കുത്തി പഠിച്ച് ഓരോ ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ കഷ്ടപ്പെട്ട് രാത്രി പകലില്ലാതെ പഠിച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അർപ്പിക്കുന്ന ആൻസർ എന്തായിരിക്കും, ശരിയായിരിക്കും. അപ്പൊ എന്താണ്, നമ്മൾ എത്ര നാൾ കഷ്ടപ്പെട്ടോ അതിന്റെ ഒരു എന്താണ് ഒരു റിവാർഡ് ഒരു ബോണസ് എന്ന രീതിയിൽ ദൈവം തരുന്ന ഒരു സിമ്പിൾ കാര്യമാണെന്ത്, ഈ പറഞ്ഞ ലക്ക് ബൈ ചാൻസ് എന്ന് പറയാം. നമ്മൾ ചാൻസ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ലക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, നമ്മൾ നേടാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടി എന്താണ് മെയിൻ പോയിന്റ്, എന്താണ്, ബി എ ഹാർഡ് വർക്കർ എന്നാണ്. അപ്പോൾ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ എല്ലാ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ സിലബസിന്റെ ഒപ്പം തന്നെ റെഫർ ചെയ്യേണ്ട ഒരു കാര്യമാണ് PYQ. ഈവൻ ദോ നമ്മുടെ പാറ്റേൺ മാറി മാറി വരുന്നുണ്ട്, തല കുത്തനെയും പിഴിക്കിനെയൊക്കെ വരുന്നുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിക്കാത്ത ടൈപ്പും വരുന്നുണ്ട്. യെറ്റ് there are questions that are repeating. അതായത് ഇതുവരെ എങ്ങനെയൊക്കെ പഠിച്ചോ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വെക്കുന്ന ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഈ കാര്യം സെറ്റ് എക്സാം നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ മാത്സിന്റെ ഒരു കേസ് പറയാം. മാത്സിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫൈ എന്ന് പറയുന്നത്. അത് എന്താണ്, ഫൈ ഓഫ് n എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്, ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ എന്നൊരു ഒരു ഫംഗ്ഷൻ ആണ്. നമ്പർ തിയറി എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ് ഇവിടെ നമ്മുടെ സെറ്റ് എക്സാമിന്. കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് എന്താണ് എല്ലാ പരീക്ഷയിലും മിനിമം ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണോ? അല്ല. കാരണം എന്താണ്, ഈ ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. സെറ്റ് എക്സാമിന് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത എല്ലാ കുട്ടികൾക്കും അറിയാം എന്താണ്, ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ അത് നിർബന്ധ എന്ന് പറയുന്ന പോലെ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എവിടെ നിന്നുണ്ടാവും, ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷനിൽ നിന്ന് ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം, അതിന് ഇപ്പോഴേ ആ ഒരു ഏരിയ പഠിച്ചു വെക്കണം. ആ ഏരിയ പഠിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട്. അപ്പൊ കൃത്യമായി പഠിച്ചു പോയാലാണ് എന്ത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ പിന്നെന്താണ്, ഒട്ടുമിക്ക ആൾക്കാർക്ക് പിന്നെ എടുത്ത ടെൻഷനാണ് എന്ത്, നമ്മൾ ഫോക്കസ് കൂടുതൽ വെക്കുന്ന യൂണിറ്റിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താണ് മറ്റ് യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിരിക്കുമോ, നമ്മൾ അറിയാത്ത യൂണിറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമോ, അങ്ങനത്തെ ഒരുപാട് ടെൻഷനുള്ള ഒരു ഏരിയ ആണെന്ത് പിന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ യൂണിറ്റിനും മാക്സിമം സെയിം ഫോക്കസ് കൊടുക്കുക. എല്ലാ യൂണിറ്റിനും ഈക്വൽ ഫോക്കസ് കൊടുക്കുക. ഇപ്പൊ മാത്രമല്ല എന്താണ്, കഴിഞ്ഞ PYQസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യൻ ഒരു പാറ്റേണിൽ കണ്ടാൽ ആ ക്വസ്റ്റ്യനെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ കണ്ടിന്യൂറ്റി ആണെങ്കിലും യൂണിഫോം കണ്ടിന്യൂറ്റി ആണെങ്കിലും ഇഷ്ടംപോലെ ടോപ്പിക്സ് മാത്സിലുണ്ട്. അതുപോലെ ഫിസിക്സിലും ഇഷ്ടംപോലെ ടോപ്പിക്സ് ഉണ്ട്, കെമിസ്ട്രിയിലുണ്ട് ഇഷ്ടംപോലെ ടോപ്പിക്സ്, എക്കണോമിക്സിലുണ്ട്. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളായ ഇംഗ്ലീഷ്, മലയാളം, ലാംഗ്വേജ്, ഹിന്ദി, എല്ലാ ലാംഗ്വേജിലും എന്താണ് ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഇതിനൊപ്പം ഇതൊന്നും കൂടാതെ എന്തുണ്ട്, ജനറൽ പേപ്പറും ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക കുട്ടികൾക്ക് ജനറൽ പേപ്പർ ഭയങ്കര ടഫായിട്ട് തോന്നും. കാരണം എന്താണ്, ഇപ്പോൾ ഒരു PG കഴിഞ്ഞിട്ട് BEd എടുത്തവർക്ക് എന്താണ് ജനറൽ പേപ്പറിൽ ഒരുപാട് ഏരിയാസ് എന്താണ് അവർക്ക് ഓക്കെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലത്തെ ഏരിയാസ് ഒക്കെ അവർ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നേരെ തിരിച്ച്, അതായത് എന്താണ് BEd കഴിഞ്ഞിട്ട് PG എടുത്തവർക്ക് സബ്ജക്റ്റ് പേപ്പർ ആയിരിക്കും കൂടുതൽ ലൈറ്റ് ആയിട്ട് തോന്നുക കമ്പയർഡ് ടു എന്താണ് ജനറൽ പേപ്പർ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് അവരുടെ വീക്ക് പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കി അവിടെ തന്നെ കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ 6 യൂണിറ്റുകൾ ഉണ്ടെന്ന് അറിയാലോ. നമ്മൾ ജനറൽ പേപ്പറിലായാലും സബ്ജക്ട് പേപ്പറിലായാലും 6 യൂണിറ്റ് വെച്ചുള്ളേ. ഈ 6 യൂണിറ്റിൽ ഓരോ യൂണിറ്റ് നിങ്ങൾ കൃത്യമായി നോക്കുകയാണ് കേട്ടോ. ഓരോ യൂണിറ്റ് കൃത്യമായി നോക്കാണ്. അതിൽ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഒട്ടും അറിയുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, ഇപ്പൊ ഏത് വിഷയമാണെങ്കിലും സെക്കൻഡ് യൂണിറ്റ് നിങ്ങൾക്ക് അത്ര ഐഡിയ ഇല്ല എങ്കിൽ ഇഷ്ടംപോലെ ടൈം ഉണ്ട്. എന്ത് ചെയ്യുക, ആ യൂണിറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആ യൂണിറ്റിൽ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ആ ചോദ്യങ്ങൾ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നോട്ട് ചെയ്ത് അത് വെച്ച് തന്നെ പഠിച്ചു പോവുക. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാണ്, സിലബസ് എടുത്തിട്ട് 1 by 1 ആയിട്ട് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് എന്താണ് ഫുള്ള് ബ്ലാങ്ക് ഔട്ട് ആകും. കാരണം എന്താണ്, സെറ്റിന്റെ സിലബസ് എന്താണ്, ജസ്റ്റ് ഒരു വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് തന്നിട്ടുണ്ടാവുള്ളൂ. ആ സെന്റൻസിന്റെ ഉള്ളിൽ എത്രത്തോളം ഡീപ്പായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ചോദ്യങ്ങൾ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യങ്ങൾ തന്നെ അനാലിസ് ചെയ്യണം.
ചോദ്യങ്ങൾ എത്രത്തോളം നന്നായി അനലൈസ് ചെയ്യുന്നോ അതിനനുസരിച്ച് മാത്രമാണ് എന്ത് നമ്മുടെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യുക. ഒട്ടും പഠിക്കാതെ എന്ത് ചെയ്യുക, ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചാൽ നമുക്ക് ഈ വരുന്ന സെറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്, ടു റീച്ച് 50%. എങ്ങനെ റീച്ച് ചെയ്യാം, എങ്ങനെ എത്താം. ഇപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്, മാക്സിമം PYQs നോക്കുക. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ലെവൽ വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന ഒരു ഐഡിയ നമുക്ക് വേണം. ഇപ്പോൾ ഒരു യൂണിറ്റ് എടുത്തു, ഓക്കെ, ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിക്കകത്ത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏതൊക്കെ യൂണിറ്റ്സിൽ എത്ര ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പറയാണ്. ഇപ്പോൾ എക്കണോമിക്സിലാണെങ്കിൽ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ഏരിയയിൽ നിന്നും എത്ര ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് എത്ര ലെവൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായി നോട്ട് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഒരിക്കലും സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ എന്താണ്, അഗ്രഗേറ്റ് എന്ന ഒരു കടമ്പ, അത് കടന്നാൽ മാത്രമാണ് എന്ത് നിങ്ങൾക്ക് സെറ്റ് എക്സാമിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും ഡീപ്പാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ത് അഗ്രഗേറ്റ് എന്ന ഒരു കടമ്പ. അപ്പൊ കൃത്യമായ രീതിയിൽ അഗ്രഗേറ്റ് എന്നൊരു ഏരിയ തൊട്ടാൽ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഇവിടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒപ്പം തന്നെ അതിനകത്തുള്ള ഫ്രീ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടല്ലോ. ഒപ്പം സെറ്റ് എക്സാം അടുത്ത സെറ്റ് എക്സാമിന് ജൂലൈയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് ജോയിൻ ചെയ്യേണ്ടവർ എന്താ ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ബിഗ് ഡേയ്സ് ഓഫർ ഏതാനും ദിവസം കൊണ്ട് നീണ്ടു നോക്കുന്നുള്ളൂ. അതിനു മുമ്പ് ജോയിൻ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് എല്ലാ കോഴ്സിനും 30% ഓഫ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ജനറൽ പേപ്പർ മാത്രം മതിയെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട് പേപ്പർ ഏതാണോ ആ സബ്ജക്ട് പേപ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്യുക. നമ്പർ എന്താണ്, 9746455514 9746455514 എന്ന നമ്പറും നോട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്കുള്ള ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാവുന്നതാണ്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ മറ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനും ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കോടെ വരാം. താങ്ക് യു.